ലാൽസലാം ബത്ലഹേം കുടുംബ യൂണിറ്റ് മൂന്നാം ദിനത്തിൽ 50 കോടി തൂക്കി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഫൈനൽ കളക്ഷനായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് 65-നും 75 കോടിക്കും ഇടയിലെന്നുള്ളതാണ്. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ബുക്കിംഗാണ്. മണിക്കൂറിൽ 15,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ സിനിമയ്ക്ക് വിറ്റുപോകുന്നു. ആദ്യ 2 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് അടക്കാം. അതിനു മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുക കൂടെ ചെയ്യുന്നു. സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2 ദിവസങ്ങൾ കൊണ്ട് നേടാൻ കഴിഞ്ഞത് 10 കോടി 72 ലക്ഷം രൂപയാണ്. കർണാടക ബോക്സ് ഓഫീസിൽ നിന്ന് 1 കോടി 82 ലക്ഷം രൂപ നേടിയപ്പോൾ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് 75 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് 2 ദിവസങ്ങൾ കൊണ്ട് നേടാൻ കഴിഞ്ഞത്. തെലുങ്ക് സ്റ്റേറ്റിൽ നിന്ന് 16 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 85 ലക്ഷം രൂപയും നേടി. ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രമായി 14 കോടി 30 ലക്ഷം രൂപ സിനിമ നേടുകയുണ്ടായി. ഓവർസീസിൽ നിന്ന് സിനിമ 2.6 മില്യൺ കഴിഞ്ഞിരിക്കുന്നു, അതായത് 25 കോടി 46 ലക്ഷം രൂപ. ഇതിൽ തന്നെ GCC രാജ്യമാണ് മുകളിൽ നിൽക്കുന്നതെന്ന് തന്നെ പറയാം. ടോട്ടൽ വേൾഡ് വൈഡ് 2 ദിവസം കൊണ്ട് 39 കോടി 76 ലക്ഷം രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത്. മൂന്നാം ദിനം രണ്ടാം ദിനത്തിൻ്റെ മുകളിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യ ദിനം 16 കോടിയാണെങ്കിൽ രണ്ടാം ദിനം അതിന് മുകളിലേക്ക് 25 കോടിക്കടുത്തേക്ക് സിനിമ എത്തിയിരുന്നു. ഇന്ന് സിനിമ പ്രതീക്ഷിക്കുന്നത് 30 തൊട്ട് 32 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതായത് സിനിമ ഇന്നത്തോടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് 62, 65 അതിന് മുകളിലേക്കുള്ള കളക്ഷനാണ്. ഡേ 1-ൽ 5 കോടി 75 ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെങ്കിൽ രണ്ടാം ദിനം നമുക്ക് കാണാൻ കഴിഞ്ഞത് 8 കോടി 55 ലക്ഷം രൂപയാണ്. ഇന്ന് ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ഇന്ന് 2000-നടുത്തുള്ള ഷോകൾ 1905ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 83% തിയേറ്റർ ഒക്യുപ്പൻസിയായി ആളുകൾ പറയുന്ന അല്ലെങ്കിൽ ട്രാക്കേഴ്സ് പറയുന്നത്. 4 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 6 കോടി 60 ലക്ഷം രൂപ ട്രാക്കിങ്ങിലൂടെ വന്നു. അതായത് സിനിമ 7 കോടി ഇപ്പോൾ തന്നെ കടന്നിരിക്കുന്നു. ഫൈനലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു 7.5 തൊട്ട് 8 കോടിയിലേക്ക് എത്തുമെന്നുള്ളത്. ഓരോ ദിവസവും കേരള ബോക്സ് ഓഫീസിൽ അമ്മാതിരി കൊടൂര തൂക്കം തൂക്കുമ്പോൾ ഇതുവരെയുള്ള തിങ്കളാഴ്ച, അതായത് നാളെ തിങ്കളാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പ്രീ സെയിൽ ഇതുവരെ നിൽക്കുന്നത് ഏകദേശം 2 കോടി 25 ലക്ഷം രൂപയോളമാണ്. നാളെയും സിനിമയ്ക്ക് അതായത് 5 കോടിക്കടുത്തേക്കുള്ള ലക്ഷണങ്ങളെല്ലാം തന്നെ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഈ മൂന്നാമത്തെ ദിവസം കൊണ്ട് സിനിമ നമുക്കറിയാം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 15 കോടിക്ക് മുകളിലേക്കുള്ള പോക്ക് തന്നെ നമ്മൾ കാണുന്നു. 15 തൊട്ട് 20 കോടിയിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പാക്കപ്പെടുകയാണ്. അമ്മാതിരി കൊടൂര തൂക്കാണ് ഗിരീഷ് ഷേഡിയുടെ നിവിൻ പോളി ചിത്രം ബത്ലഹേം കുടുംബ യൂണിറ്റ് അങ്ങോട്ട് കത്തിച്ച് വിടുന്നത്. അതായത് അടുത്ത 200 കോടി നിവിൻ്റെ എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. ഒരു പക്ഷേ ഇപ്പോൾ ട്രെൻഡിങ് അനുസരിച്ചിട്ട് ഈ ഒരു സിനിമ തീർച്ചയായും ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് പോകാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട് എന്നുള്ളതുമാണ് എടുത്തു പറയാനുള്ളത്. ലിമിറ്റഡ് തിയേറ്ററുകളിലാണ് സിനിമ ഓടുന്നത്. കുറച്ചുകൂടെ തിയേറ്ററുകളുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ സിനിമ 100 കോടി കടന്നേനും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. രണ്ടാം ദിനത്തെ നമുക്ക് ആ ഒരു ഇന്ത്യൻ ഗ്രോസ് കിട്ടിയിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 6 കോടി 25 ലക്ഷം രൂപയാണ് വന്നത്. അതേസമയം ഇന്നലത്തെ ഫൈനൽ കളക്ഷനേക്കാൾ കൂടുതൽ വൈകുന്നേരം 7:30 ആയപ്പോഴത്തേക്ക് വന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. കർണാടകത്തിൽ നിന്ന് 1 കോടി 14 ലക്ഷം രൂപ, തമിഴ്നാട്ടിൽ നിന്ന് 45 ലക്ഷം രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 70 ലക്ഷം രൂപ, 8 കോടി 54 ലക്ഷം രൂപയാണ് ഇന്ത്യ കളക്ഷനായിട്ട് സിനിമ നേടിയിരിക്കുന്നത്. എന്തായാലും നിവിൻ പോളിയുടെ ഈ ഒരു ചിത്രം അതിഭീകര ഹിറ്റിലേക്ക് മാറുകയാണ്. ഹേറ്റേഴ്സ് ഇല്ലാത്ത നായകൻ എന്നുള്ളത് തന്നെയാണ് നിവിൻ പോളിക്ക് എടുത്തു പറയാനുള്ള പ്രത്യേകത. അതുകൊണ്ട് തന്നെ നിവിൻ പോളിയുടെ നല്ല സിനിമകൾ വന്നാൽ അത് 100 അല്ല 200 കോടിയും കടന്നു പോകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ബാക്കിയുള്ള നടന്മാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നിവിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇതെന്ന് തന്നെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻസിലൂടെയും കാര്യങ്ങളുമൊക്കെ ഒന്ന് പറയണം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാത്തതാണെങ്കിൽ അതൊക്കെ ഒന്ന് ഇവിടെ വിശേഷങ്ങൾ പങ്കുവെക്കാം. ലാൽസലാം.